പെപ് ഗാർഡിയോളക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കും റയൽ 18 പണി കൊടുത്ത കഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആ ഒരു പെപ് ഗാർഡിയോളയുടെ കരിയറിൽ ഏതൊക്കെ ടീമുകളാണ് പുള്ളിക്കാരനെ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഇത് അവസാനം വരുമ്പോൾ വളരെയധികം ക്രേസി സ്റ്റാറ്റ്സ് ആണ് ഇതിന്റെ അവസാനത്തിലുള്ളത്. ടോട്ടനാം, അതുപോലെ തന്നെ മൊണാക്കോ, ലിയോണ്, ലിവർപൂൾ, ഇന്റർ മിലാൻ, ചെൽസി, ബാഴ്സലോണ, അത്ലറ്റിക്കോ, ഈ ടീമുകളെല്ലാം ഒരു തവണ മാത്രമാണ് പെപ് ഗാർഡിയോളയെ ഈ ഒരു നോക്കൌട്ട് ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഈ 8 ടീമുകൾ ഒരു തവണ പെപ് ഗാർഡിയോളയെ നോക്കൌട്ട് ഘട്ടത്തിൽ പരാജയപ്പെടുത്തി. ഇതിന്റെ ബാക്കി പത്രം നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ് 5 തവണയാണ് പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പണി കൊടുത്തിട്ടുള്ളത്. അതിൽ 4 തവണ ഇപ്പോൾ തുടർച്ചയായി വന്നു. 2022, പിന്നെ 24, 25, 26, പിന്നെ അതിനു മുമ്പ്. അപ്പോൾ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ എത്ര വലിയ ടാക്ടിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും, പ്രീമിയർ ലീഗ് കുറെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ള ഒരു മാനേജറാണ് പെപ്പ്. പക്ഷെ റിയൽ മാഡ്രിഡിനെ ഫേസ് ചെയ്യുമ്പോൾ പലപ്പോഴും പെപ്പിന്റെ പല പദ്ധതികളും തെറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു തവണ മാത്രം പെപ്പിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ റിയൽ മാഡ്രിഡ് പല തവണയാണ് പെപ്പിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.